ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡീകോഡർ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ ജാവ പ്രോഗ്രാം റൺ ചെയ്യുന്നതാണ് നോക്കുന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഡീകോഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് ഡീകോഡർ ആപ്പ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങളിവിടെ നോക്കുക, ഇങ്ങനൊരു പേജ് വരും നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ താഴത്തെ റൈറ്റ് സൈഡിൽ താഴെ കോർണറിൽ കാണാം സ്റ്റാർട്ട് കോഡിങ്. ഓക്കെ, റൈറ്റ് സൈഡിൽ താഴെ ഓക്കെ, അവിടെ സ്റ്റാർട്ട് കോഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ക്രിയേറ്റ് കോഡ് ഉണ്ട്. അപ്പോൾ താഴെയുള്ള ക്രിയേറ്റ് കോഡ് കൊടുത്താൽ നമ്മളിപ്പോൾ സിമ്പിൾ പ്രോഗ്രാംസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്രിയേറ്റ് കോഡ് കൊടുക്കുക. ഓക്കെ, ക്രിയേറ്റ് കോഡ് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. HTML ചെയ്യാം, C ചെയ്യാം, C++, ജാവ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഡീകോഡർ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സെലക്ട് ചെയ്യേണ്ടത് നമുക്കറിയാം ജാവയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ജാവ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക പ്രോഗ്രാം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈവൺ ഓർ ഓഡ് ആണ്. അതുകൊണ്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, ഈവൺ ഓർ ഓഡ് എന്ന് പറയുന്നത് തന്നെ പ്രോഗ്രാം നെയിം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഈവൺ ഓർ ഓഡ് എന്ന് പറഞ്ഞിട്ട് ജാവ ഡോട്ട് ജാവ, ആ ഒരു ജാവ പ്രോഗ്രാം ഡോട്ട് ജാവ എന്നുള്ള എക്സ്റ്റൻഷൻ ഉണ്ടാവും. ക്രിയേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഫയൽ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു എന്താണ് ബേസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം കോഡ് വരും. നോക്കുക, ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ വരുന്നുണ്ട്, അത് ഇമ്പോർട്ട് ചെയ്യുകയാണ് ജാവേൻ്റെ ഫംഗ്ഷനാലിറ്റീസ്. പിന്നെ ക്ലാസ്, ഇതാണ് ഡീകോഡർ എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡും മെയിൻ, ഇതാണ് മെയിൻ ഫംഗ്ഷൻ. സ്ട്രിങ് ആർഗ്സ് ഉണ്ട്. പിന്നെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ലൈൻ, അതായത് നമുക്കറിയാം ഇതെന്താണ് നമ്മുടെ ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടിൽ എന്താണ് പ്രിൻറ്റ് കൊടുക്കുന്നത്, ഹലോ ഡീകോഡർ, അതായത് ഈ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്ത കാര്യങ്ങളായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ താഴെ ആയിട്ടുണ്ട് ഈ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്. ആ ബ്ലൂ ബട്ടൺ ഞെക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പ്രോഗ്രാം കോഡ് റൺ ചെയ്യും. ഒക്കെ നോക്കുക, ഇവിടെ ഹലോ ഡീകോഡർ ഔട്ട്പുട്ടാണ്, ഹലോ ഡീകോഡർ. നമ്മൾ പ്രോസസ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സിമ്പിൾ ജാവ പ്രോഗ്രാം. ഇനി നമുക്ക് ഇത് വേണ്ട, നമ്മളെന്താണ് പുതിയൊരു കോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എന്താണ് ചെയ്യുന്നത്, ഈവൺ ഓർ ഓഡ് പ്രോഗ്രാമാണ്. അതിനുള്ള കോഡ് ഞാൻ ഓൾറെഡി റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അവിടെ കോപ്പി ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, അതിവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുന്നു. നോക്കി, ഇതാണ് നമ്മളെ ജാവ പ്രോഗ്രാം. നേരത്തെ അതുപോലെ തന്നെയാണ്. ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ സ്റ്റാർ ഉണ്ട്, ക്ലാസ് ഡീകോഡർ ഉണ്ട്. ഒരു ക്ലാസ് ഏതെങ്കിലും ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ് കൊടുക്കുക. ഇനി ഇൻറ്റ് എ, എന്താണ് ഇൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇൻറ്റിജർ ആയിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതാണ്. എ എന്നാണ് ആ വേരിയബിളിൻ്റെ നെയിം. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊടുക്കുന്ന നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് എ ഉള്ളത്. ഇനി നമുക്ക് അതിനകത്തേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്തിനും സ്ക്രീനിൽ കൊടുക്കണം, എൻ്റർ എ നമ്പർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലാം കൊടുക്കുന്നു, എൻ്റർ എ നമ്പർ. അപ്പോൾ എന്ത് വരും, സ്ക്രീനിലൊരു എൻ്റർ എ നമ്പറിന് പ്രിൻറ്റ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അതിൻ്റെ അകത്ത് നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സ്കാനർ ഇൻപുട്ട് ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി എന്താണ് എ ഈക്വൽ ടു, അതായത് നമ്മൾ റീഡ് ചെയ്യുന്നത് എയിലേക്കാണ് റീഡ് ചെയ്യുന്നത്. എ ഈക്വൽ ടു ഇൻപുട്ട് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. അപ്പോൾ എന്താണ് നമ്മൾ അടുത്ത് കൊടുക്കുന്ന നമ്പർ എന്തായിരിക്കും, അതിനകത്തേക്ക് സ്റ്റോർ ചെയ്യും, എയിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കുക, ഇഫ് എ മോഡ് 2 ഈക്വൽ ടു 0 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇഫ് എ മോഡ് ഈക്വൽ ടു 2 ഈക്വൽ ടു 0 മീൻസ് ചെയ്യുന്നത് നമ്മൾ ഇഫ് കണ്ടീഷനാണ്. കണ്ടീഷൻ എന്താണ് ചെക്ക് ചെയ്യുന്നത്, എനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 റിമൈൻഡർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെന്തായിരിക്കും, ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാം, നമ്പർ ഈവൺ ആണെന്ന് പ്രിൻറ്റ് ചെയ്യാം. ഇനി എനെ ഡിവൈഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 കിട്ടുന്നില്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ആ കണ്ടീഷൻ ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ എൽസ് പാർട്ടിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഓഡ് നമ്പർ കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഇഫ് എ മോഡ് 2 ഈക്വൽ ടു 0 ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ എന്താണ് ഈവൺ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാം എ, അതായത് നമ്മൾ ഏതാണോ സംഖ്യ കൊടുത്തത് അത് എ ഈസ് ഈവൺ നമ്പർ. അതിന് വേണ്ടിയിട്ടാണ് എ പ്ലസ് കൊടുക്കുന്നു, ഈസ് ഈവൺ നമ്പർ എന്ന് കൊടുക്കുന്നു. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എടുക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എല്ലാം എ ഈസ് ഓഡ് നമ്പർ എന്ന് കൊടുക്കും. ഇതാണ് നമ്മളെ പ്രോഗ്രാം കോഡ്. അതായത് ഒരു നമ്പർ റീഡ് ചെയ്തിട്ട് അത് ഈവൺ ഓർ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കോഡാണ്. ഓക്കെ, ഇതാണ്. ഇനി നെക്സ്റ്റ് റൺ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എന്താണ്, താഴെയുള്ള ഈ ബ്ലൂ കളറുള്ള ഐക്കൺ പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ എൻ്റർ എ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. എന്ത് ചെയ്യാം, ആ നമ്പർ കൊടുത്തിട്ട് അതെന്ത് ചെയ്യും, അത് റീഡ് ചെയ്യും, എയിലേക്ക് റീഡ് ചെയ്യും, എന്നിട്ട് ചെക്ക് ചെയ്യും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൺ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഓടായിരിക്കും. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കുന്നത് 8 കൊടുത്തു. 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തതിന് ശേഷം എന്താ ചെയ്യുക, എൻ്റർ കൊടുക്കുക. എൻ്റർ അടിച്ചാൽ എന്ത് സംഭവിക്കും, 8 ഈസ് ഈവൺ നമ്പർ വരും. ഓക്കെ, 8 കൊടുത്തുകൊണ്ട് 8 റീഡ് ചെയ്യും, 2 കൊണ്ട് മോഡ് ചെയ്യും, ഈക്വൽ 0 വരും. അതുകൊണ്ട് എന്താണ് 8 ഈസ് ഈവൺ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ നെക്സ്റ്റ് വീണ്ടും റൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടി റൺ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം,
വേറൊരു കോഡ് കൂടി ഒരു ഈവൻ നമ്പർ കൂടി എന്ത് ചെയ്യാം, ഓഡ് നമ്പർ കൂടി എൻ്റർ ചെയ്യാം. ഞാനിവിടെ കൊടുക്കുന്നു 5 കൊടുത്താൽ എന്ത് വരണം, നമുക്ക് 5 ഈസ് ഓഡ്. എന്താണ് അത് ഇവിടെ പോയിട്ട് എ മോഡ് 2 ചെയ്യും, i=0 വരില്ല. അതുകൊണ്ട് എൽസ് പാർട്ടിൽ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്യാം. എൽസ് പാർട്ടിൽ എന്തുണ്ട്, 5 ഈസ് ഓഡ് എന്നുണ്ട്. ഇതാണ് നിങ്ങളെ പ്രോഗ്രാം. എങ്ങനെയാണ് ഡീകോഡർ യൂസ് ചെയ്തിട്ട് ജാവ പ്രോഗ്രാം ചെയ്യാന്നുള്ള മെത്തേഡ്.